സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവാനുള്ള സാധ്യതകൾ തെളിയുന്നു. 2 ചക്രവാത ചുഴികളുടെ സാന്നിധ്യമുള്ളതിനാൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമായേക്കും. ഇത് കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ അടുത്ത 2 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട്. ഇന്നും നാളെയും ചില ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് 7ഓളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെയും 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. 24 മണിക്കൂറിനിടെ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന അവസ്ഥയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുമുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി മ്യാൻമറിന് മുകളിലായും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ 2 ചക്രവാത ചുഴിയുടെയും സ്വാധീനത്തിൽ ഇന്നോടെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പും പറയുന്നു. ഇതാണ് 2 ദിവസം മഴ ശക്തമാവാനുള്ള കാരണം. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോവാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില സമയത്ത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റുവീശാനും മോശം കാലാവസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതേസമയം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മഴയുടെ തീവ്രത കുറഞ്ഞതോടെ പകൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ശക്തിയേറെ വെയിൽ ഉൾപ്പെടുന്ന കാലാവസ്ഥ തുടരുന്നതിനിടെയാണ് ആശ്വാസമായി മഴ വരുന്നുവെന്ന മുന്നറിയിപ്പും. മലബാറിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ചിലയിടത്ത് നേരത്തെ മഴ പെയ്തിരുന്നു. ഉയർന്ന ലെവലിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുമുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി മ്യാൻമർ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. 2 ചക്രവാത ചുഴിയുടെയും സ്വാധീനത്തിൽ സെപ്റ്റംബർ 23 മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. 23/9/2024 മധ്യകിഴക്കൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ, തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മിക്ക ഭാഗങ്ങൾ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ, മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മിക്ക ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 24/9/2024 തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മിക്ക ഭാഗങ്ങൾ, അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മുൻനിർത്തി കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയുടെ തീവ്രത അനുസരിച്ച് 3 തരം മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകി വരുന്നത്. യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകൾ. മഴ ശക്തി പ്രാപിച്ച് തുടങ്ങിയാൽ ആദ്യം പ്രഖ്യാപിക്കുക യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് യെല്ലോ അലർട്ട് സൂചിപ്പിക്കുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 111.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. രണ്ടാമത്തെ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ 111.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. കൂട്ടത്തിൽ അവസാനത്തേതും ഏറ്റവും ജാഗ്രത വേണ്ടതുമായ മുന്നറിയിപ്പാണ് റെഡ് അലർട്ട്. റെഡ് അലർട്ടുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.